ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരാൻ പോകുന്നത്, നമുക്ക് വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെ ചെയ്യാം. വിഷു ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ മെയിനായിട്ട് കൃഷ്ണൻ കണിക്കൊന്ന അതൊക്കെയാണല്ലോ വിഷുവിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം എത്തുന്നത്. കൃഷ്ണൻ ഉണ്ടാക്കൽ എന്തായാലും നടക്കില്ല, അത് ഒരു നടക്കുമോയെന്ന് ലക്ഷണമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കണിക്കൊന്ന ഉണ്ടാക്കാം, അതിൻ്റെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കണിക്കൊന്ന എന്ത് വെച്ചിട്ടുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾ മുൻപേ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കണിക്കൊത്ത ഉണ്ടാക്കാമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് പേപ്പർ വെച്ചിട്ടുണ്ടാക്കാമെന്നാണ്, നമ്മുടെ കളർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട്. പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് നമ്മുടെ പിസ്താഷ്യലുണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പിസ്താഷ്യലുണ്ടായിരുന്നു, കുറച്ച് പിസ്താഷ്യലുണ്ട്. അപ്പം ഈ ഒരു പിസ്താഷ്യൽ വെച്ചിട്ട് നമുക്ക് ഇത്തവണ വിഷുവിന് കണിക്കൊന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്താവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമ്മൾ ഈ ഒരു പിസ്താഷ്യൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ നമുക്ക് ഈ ഒരു പിസ്തത്തോട് കൊണ്ട് എങ്ങനെ ഈ ഒരു കണിക്കൊന്ന സെറ്റാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഇതിലെ പിസ്തേൻ്റെ തോട് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിതിലെല്ലാം മഞ്ഞ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം മാത്രമല്ല, ഉള്ളിലുള്ള ആ ഒരു അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗങ്ങളും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആ ഒരു പുറം ഭാഗം മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തേ. ആ ഒരു പുറംഭാഗം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല മഞ്ഞ കളർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു മഞ്ഞ കളർ എന്ന് പറയുമ്പോൾ ഷെയ്ഡ് പലതരമുണ്ട്, നല്ല ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ആ ഒരു മഞ്ഞയിൽ തന്നെ ഡാർക്കും ലൈറ്റും ഒക്കെ ഉണ്ട്, കാരണം എൻ്റെ അടുത്ത് 2 പെയിൻറ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ പുറംഭാഗം ഞാൻ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ഞാൻ അടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. ഏകദേശം 1-2 മണിക്കൂർ നന്നായിട്ട് ഉണക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ പുറംഭാഗം കൂടെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്തു ഒരു ഭാഗം മാത്രം പെയിൻറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എംബ്രോയ്ഡറിൻ്റെ ഒരു നൂലാണ്. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഈ ഒരു കളറുള്ള നൂലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കളർ ഞാൻ മഞ്ഞ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അടുത്ത് മഞ്ഞ നൂലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ, ഉറപ്പായിട്ട് അത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതിനെ കൊണ്ട് ഞാൻ മഞ്ഞ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ട്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പുറംഭാഗം, അതായത് ആ ഒരു പിസ്തത്തോടിൻ്റെ പുറംഭാഗം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു അടിഭാഗത്തും കൂടെ നല്ല രീതിയിൽ പെയിൻറ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. പെയിൻറ്റ് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് നേരത്തെ വെച്ചതുപോലെ തന്നെ ട്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ച് 1-2 മണിക്കൂർ അതായത് മുഴുവനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മൾ നന്നായിട്ട് ട്രൈ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു നൂലുണ്ടായിരുന്നല്ലോ, അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നൂലിൻ്റെ ഇത്രയുള്ള ഒരു പീസ് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഒരു പിസ്താ ഷെല്ലും 2 പിസ്താ ഷെല്ലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം 3 എണ്ണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ നമുക്ക് കണിക്കൊന്നേൻ്റെ പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മഞ്ഞ നൂല് കൂടാതെ നമുക്ക് പച്ച നൂലും കൂടെ ആവശ്യമാണ്, കാരണം നമുക്ക് അടിയിലത്തെ അവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊരു പച്ച കളർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പച്ചപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 1-2 കുറച്ചെണ്ണം ഈ ഒരു പച്ച എടുത്തിട്ടുണ്ട്, കുറച്ചെണ്ണം ആ ഒരു നീര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടൈമിന് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ അടുപ്പിച്ചൊട്ടിച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം കണിക്കൊന്നേൻ്റെ പൂവെന്ന് പറയുമ്പോൾ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഷെല്ലും ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൂടുതലായിട്ട് ഇങ്ങനെ കുറേ ഒന്നും കാണിക്കുന്നില്ല, 3-4 ഉണ്ടാക്കുന്നത് മാത്രം ജസ്റ്റ് കാണിച്ചു തരാം. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിത് ഉണ്ടാക്കുന്നത് കുറേയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരേ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിങ്ങനെ 4 സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം നമുക്ക് കുറേ ഇങ്ങനെ വലിയൊരു കണിക്കൊന്നേൻ്റെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വേണ്ടി വരും കേട്ടോ. ഞാൻ എന്തായാലും ചെറിയൊന്നും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കമ്പിയാണ് കേട്ടോ, അതായത് നമ്മുടെ കെട്ട് കമ്പി ഉണ്ടല്ലോ, ആ ഒരു കെട്ട് കമ്പി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ 3-4 കെട്ട് കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന രീതിയിൽ അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലെയർ വെച്ചിട്ട് ഞാനിങ്ങനെ വളച്ചും തിരിച്ചൊക്കെ കൊടുത്തിട്ട് ആ ഒരു അറ്റ ഭാഗം നമ്മൾ 3 കൂടെ യോജിപ്പിച്ച് ഒരുപോലെ എടുക്കാനുണ്ടോ, നമുക്ക് കണിക്കൊന്നതിൻ്റെ ആ ഒരു തണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന കെട്ട് കമ്പി നമ്മുടെ ഈ ഒരു നല്ല നമ്മുടെ കെട്ടിനും വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കെട്ടുകമ്പിയായിരുന്നു. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ നമുക്ക് അധികം കട്ടിയില്ലാത്ത, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്താൽ മടക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന കമ്പികൾ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയർ വെച്ചിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ 4 തണ്ട് സെറ്റാക്കി കൊടുത്തിട്ട് ആ ഒരു ഇത് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
നാലെണ്ണം ഒരുമിച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം തണ്ടല്ലേ, നമ്മൾ തണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് അവിടെ എവിടെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നീക്കിയൊക്കെ കൊടുക്കാം. കാരണം കമ്പി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പൂവുകളും ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് എവിടെയാണെന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് അവിടെ ഇവിടെ മേലെ താഴെ മുകളിലൊക്കെ ആയിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നൂല് കൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു ഇത് ഒട്ടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് പറ്റും. നൂലുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കെട്ടാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റും കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ചെറിയ രീതിയിൽ കമ്പീനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്ന ടൈമിൽ ആ ഒരു പിസ്തേൻ്റെ തോടുണ്ടല്ലോ അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. ഗ്ലൂ ഗണ്ണല്ലേ, അത്ര സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇളകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ പൂവുകളും ഇതിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തു, അവിടെ എവിടെയൊക്കെ ആയിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു പച്ച വെച്ചിട്ട് ചെയ്തിട്ടുള്ള, അതായത് പച്ച നൂല് വെച്ചിട്ടുള്ള ആ ഒരു പൂവുണ്ടല്ലോ അത് താഴെ വരുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേലെ, അതായത് തണ്ടിന് മുഴുവനായിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാമെന്ന്. ഗ്രീൻ ടാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ പേപ്പറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ആയാലും മതി. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഗ്രീൻ ടാപ്പ് തന്നെയാണ് കേട്ടോ. കാരണം കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ കിട്ടണമല്ലോ. അപ്പോൾ അത് നമുക്ക് പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എംബ്രോയിഡറിൻ്റെ നൂല് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ചുറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുഴുവനായി ചുറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു തണ്ടിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു പിസ്താൻ്റെ ഷെല്ലുണ്ടല്ലോ നമ്മൾ തൂക്കിയിട്ടായിരിക്കുകയാണല്ലോ, അത് ജസ്റ്റ് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ ഇളക്കിയൊക്കെ എടുക്കുന്ന ടൈമിൽ തൂങ്ങി തന്നെ നിൽക്കും കേട്ടോ. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. നമുക്ക് സാധാരണ കണിക്കൊന്നയിൽ ഇങ്ങനെ പൂവ് തൂങ്ങി നിൽക്കുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 ചുറ്റുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ജസ്റ്റ് ഇങ്ങനെ ചുറ്റി എടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രീൻ ടാപ്പ് പൊട്ടിക്കുന്ന ടൈമിൽ. പിന്നെ നമ്മൾ ഫെവിക്കോളൊന്നും ആക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഈ ഒരു ടാപ്പ് ഇങ്ങനെ ചെറിയ രീതിയിൽ വരച്ച് കൊടുക്കുന്ന ടൈമിൽ തന്നെ അതിലുള്ളൊരു പശ വന്നിട്ട് അതിങ്ങനെ തട്ടി ഒട്ടി അങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കണിക്കൊന്നതിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ, നൂലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ കണ്ട ടൈമിൽ ഇതിന് കുറച്ച് ഇലകളും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ തന്നെ തോന്നിയില്ല. എനിക്കും അത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കളർ പേപ്പർ അധികം ഇല്ലായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്ന കുറച്ച് കളർ പേപ്പർ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഇലകളൊക്കെ വെട്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഗ്രീൻ കളറുള്ള പേപ്പർ നമുക്ക് ഇലേൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് ഇങ്ങനെ മേലത്തും താഴത്തൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ അങ്ങനെ ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പിസ്തേനെ തോട് വെച്ചിട്ടുള്ള ഈ ഒരു കണിക്കൊന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കണിക്കൊന്നയും കാര്യങ്ങളൊന്നും കിട്ടാനില്ലെങ്കിൽ ഈ ഒരു വിഷുവിന് വിഷമിക്കേണ്ട, ഇങ്ങനത്തെ പിസ്തേൻ്റെ തോട് വെച്ചിട്ട് ഈ ഒരു സംഭവം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഇലയും കൂടെ വെച്ചപ്പോൾ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് പറ്റാ.